ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ബേസിക്സ് ആയിരുന്നു അല്ലേ. ബേസിക്കിൽ നമ്മൾ എന്തായിരുന്നു, ആറ്റം എന്താണ്, ഇലക്ട്രോണ്, പ്രോട്ടോണ് കാര്യങ്ങളൊക്കെ നോക്കി അല്ലേ. പിന്നെ നമ്മൾ നോക്കിയതാണ് നമ്മുടെ ചാർജ് എന്താണ് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലേ. ചാർജ് എന്താണെന്നുള്ള കൺസെപ്റ്റ് വെച്ചു. അപ്പോൾ ചാർജ് പറഞ്ഞു നമ്മൾ. ഇനി നമ്മൾ കടക്കുന്നത് അടുത്ത ടോപ്പിക്കായ ഇലക്ട്രിക് കറണ്ട് ഇങ്ങനത്തെ മുതലായ കൺസെപ്റ്റ്സിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഫ്ലോ ആണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം അറിയണം അല്ലേ. നമ്മൾ നേരത്തെ ചെറിയൊരു സൂചന തന്നിരുന്നു അല്ലേ. എന്തായിരുന്നു അത്? ദ ഫ്ലോ ഓഫ് എന്താണ്, ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജ്. ഓക്കെ, നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജിനെ ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിലുള്ള ഫ്ലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. നമ്മൾ നേരത്തെ പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് എന്താണ്, ആ ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജ് ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ കൺവെൻഷനലി നമ്മൾ ഈ പറയുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഇലക്ട്രിക് കറണ്ടിൻ്റെ ചുരുക്കത്തിൽ നമുക്ക് ഇനി പറയാം എന്താണ്, ദ ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇതിനാണ് നമുക്ക് ചുരുക്കത്തിൽ നമുക്ക് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. അതായത് ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മുടെ എന്ത്, ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കൺവെൻഷനലി ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടേക്കൺ അലോങ് ദ മോഷൻ ഓഫ് യുവർ പോസിറ്റീവ് ചാർജ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചാർജ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ മൂവ്മെൻറ്റ്, ഓക്കെ, അതിൻ്റെ മോഷൻ, അതിന് മോഷനനുസരിച്ചിട്ടാണ് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ സപ്പോസ് വെൻ യുവർ കറണ്ട് ഈസ് കോസ്ഡ് ബൈ ഇലക്ട്രോൺസിൻ്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കൊണ്ടാണ് നമ്മൾ കറണ്ട് ഉണ്ടാവുന്നത് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസ് കൊണ്ടാണ് കറണ്ട് ഉണ്ടാവുന്നതെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ. ഇലക്ട്രോൺ ഫ്ലോവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ അത് എന്താ പറയുന്നത് എന്ന് വെച്ചാൽ, ആക്ച്വലി ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോപ്പർ സ്ട്രിപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ ഒരു കോപ്പർ സ്ട്രിപ്പ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പൊട്ടൻഷ്യൽ കണക്ട് ചെയ്തു, ഇപ്പോൾ മൈനസ് പ്ലസ് ഇങ്ങനെ കണക്ട് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പം ഇപ്പോൾ നമ്മുടെ ഒരു ഈ ഇലക്ട്രോൺ ഫ്ലോയിൻ്റെ ഇപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു ഇത് കാണിക്കുന്നത്. ഇത് ഇലക്ട്രോൺ ഫ്ലോ ആണെങ്കിൽ നിങ്ങളുടെ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എങ്ങനെയായിരിക്കും? യുവർ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ക്ലിയർ? അപ്പോൾ ഇലക്ട്രോൺ കാരണമാണ്, പക്ഷേ ഈ ഇലക്ട്രോണിൻ്റെയും നമ്മുടെ ഇലക്ട്രോണിൻ്റെ ഫ്ലോയിൻ്റെയും കറണ്ടിൻ്റെ ഫ്ലോയിൻ്റെയും ഡയറക്ഷൻസ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇപ്പം നമ്മളൊരു ഇലക്ട്രോണിൻ്റെ ഫ്ലോ, ഇപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടാവുക, ഇത് കറണ്ടും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇലക്ട്രോണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ ചാർജ് ഓഫ് ഇലക്ട്രോൺ പറഞ്ഞിരുന്നു എത്ര, 1.6 × 10⁻⁻19 കൂളം അല്ലേ. ഈ ഇലക്ട്രോണിൽ തന്നെ മാസും ഉണ്ട് ഗൈസ്. മാസും ചിലപ്പോൾ ചോദിക്കാം. മാസ് ഓഫ് ഇലക്ട്രോൺ എക്സ്ട്രാ പോയിൻ്റ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്തോ. അതായത് 9.1 × 10⁻31 കിലോഗ്രാം ആണ് ഇതിൻ്റെ മാസ്. ഇത് നമ്മുടെ ഇലക്ട്രോണിൻ്റെ മാസ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. സിമിലർലി ഇലക്ട്രോണിനെ കുറിച്ച് വേറൊരു പറയാമെന്ന് വെച്ചാൽ, ഇലക്ട്രോണിൻ്റെ ഇവിടെ എഴുതാം. ഇലക്ട്രോണിനെ കുറിച്ച് പറയുന്നത് റേഡിയസ് ഓഫ് ഇലക്ട്രോണിൻ്റെ റേഡിയസ് 1.9 × 10⁻⁻15 മീറ്റർ. ഓക്കെ, ഇതാണ് ഇലക്ട്രോണിൻ്റെ റേഡിയസ്, 1.9 × 10⁻⁻15 മീറ്റർ. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഇലക്ട്രോണിൻ്റെ ചാർജും ഇലക്ട്രോണിൻ്റെ മാസും തമ്മിലുള്ള റേഷ്യോ ഉണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, എങ്ങാനും ചോദിച്ചാൽ ഒരു മാർക്ക് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. അപ്പം ദ റേഷ്യോ ഓഫ് ദ ഇലക്ട്രോണിൻ്റെ ചാർജ് ടു ദ മാസ്, അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടും. അതിൻ്റെ ആൻസർ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. 1.77 × 10⁻⁻19 കൂളം പെർ കിലോഗ്രാം. ചാർജാണല്ലോ കൂലം, മാസാണ് കിലോഗ്രാം അല്ലേ. അപ്പോൾ 1.77. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാസ് ഓഫ് ഇലക്ട്രോൺ വിൽ ബി വെരി സ്മോൾ കമ്പയർഡ് ടു ദ ചാർജ് അല്ലേ. കാരണം നമ്മുടെ
ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പവർ ഓഫ് 9 - 31, വെറാസ് യുവർ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് -19. അപ്പോൾ ഏതാ ഏറ്റവും ചെറുത്? ഇതല്ല ഏറ്റവും ചെറുത് അല്ലേ? അപ്പം മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന പോയിന്റ് നോക്കാം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോൺ ഈസ് വെരി മൊബൈൽ ആൻഡ് ഈസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ്സ്. ഈ ഇലക്ട്രിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാരണം കൊണ്ട് ദീസ് ഇലക്ട്രോൺസ് വിൽ ബി വെരി മൊബൈൽ. ഓക്കെ, ആ ഒരു പോയിൻ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇലക്ട്രോൺസിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസ് അല്ല, ഞാൻ ഇലക്ട്രോൺസ് വന്നതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ പോയിൻ്റ് എന്ന നിലയിൽ പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ്, ശരിയല്ലേ? അപ്പോൾ ഈ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇവിടെ ഒരു സ്ട്രിപ്പ് എടുക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ ഒരു സ്ട്രിപ്പ് എടുത്തു, ഒരു കണ്ടക്ടർ എടുത്തു. ഈ കണ്ടക്ടറിലെ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മളൊരു കറണ്ട് പാസ് ചെയ്യുവാണ്, കറണ്ട് I, ഇത് EMF E. ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ടറിലെ കറണ്ട് പാസ് ചെയ്യണം അല്ലേ? നമ്മൾ പറഞ്ഞു ഫ്ലോ ഓഫ് ചാർജ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ആണ് എന്ത്? ഫ്ലോ ഓഫ് ചാർജിൻ്റെ ഡെഫിനിറ്റ് ഡയറക്ഷൻ ആണ് എന്ത്? ഇലക്ട്രിക് കറണ്ട്, ശരിയല്ലേ? അപ്പോൾ ഒരു കണ്ടക്ടറിലെ പാസ് ചെയ്യുന്ന, അപ്പോൾ ഇതൊരു കണ്ടക്ടറാണ് നമ്മൾ അസ്യൂം ചെയ്തു അല്ലേ? ഇതൊരു കണ്ടക്ടറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പം ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ദ ഫ്ലോ ഓഫ് ചാർജ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ, ദ ഫ്ലോ ഓഫ് ചാർജ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. ഇതിനാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഇനി ഈ ഇലക്ട്രിക് കറണ്ട് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ ഇലക്ട്രിക് കറണ്ടിനെ മെഷർ ചെയ്യാം? അപ്പോൾ ദിസ് ഇലക്ട്രിക് കറണ്ട് ഈസ് മെഷേർഡ് ബൈ, എങ്ങനെ മെഷേർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയാണോ ചാർജ് ഫ്ലോ ചെയ്യുന്നത്, ഒരു കണ്ടക്ടറിലെ എത്രയാണോ ചാർജ് ഫ്ലോ ചെയ്യുന്നത്, ഇത് ദിസ് ഡിവൈഡഡ് ബൈ യുവർ ടൈം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ പോലെ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് മെഷേർഡ് ബൈ, പറയാം, ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ടൈം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, ടൈം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ ദ കണ്ടക്ടർ. ഈ കണ്ടക്ടറിലെ ടൈം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. ഓക്കെ, ഈ ടൈം റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിവൈഡഡ് ബൈ ടി എന്നാട്ടോ അർത്ഥം. ഈ ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടി എന്നാണ് അർത്ഥം. എന്താണ് ഡിവൈഡ് ബൈ ടി? ഈ കണ്ടക്ടറിലെ പോകുന്ന ഫ്ലോ ഓഫ് ചാർജ്. ഇപ്പോൾ ഫ്ലോ ഓഫ് ചാർജിന് പറഞ്ഞപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ക്യൂ. ഇപ്പോൾ സപ്പോസ് ക്യൂ ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ്, അല്ലെങ്കിൽ ക്യൂ ഈസ് ദ ചാർജ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. ഈ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന ചാർജ് ക്യൂ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എ ടൈം ടി ആണെങ്കിൽ ഇതിൻ്റെ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് I. വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. കറണ്ട് I ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഓക്കെ, ദാറ്റ് ഈസ് ചാർജ് ബൈ ടൈം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പം ഇലക്ട്രിക് കറണ്ട് ഇസ് ഗിവൺ ബൈ ക്യൂ ബൈ ടി, അല്ലെങ്കിൽ ചാർജ് ബൈ ടൈം. അപ്പോൾ വാട്ട് എവർ ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എ കണ്ടക്ടർ വിത്ത് റെസ്പെക്ട് ടു യുവർ ടൈം, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ ടൈം ആണ് ഇലക്ട്രിക് കറണ്ട്. ഇനി ഈ റേറ്റ് ഓഫ് ചാർജ് അല്ലെങ്കിൽ ഈ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ടൈമിന് വിത്ത് റെസ്പെക്ട് വേരി ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പം ഒരു ഇൻസ്റ്റൻറ്റിൽ അല്ലെങ്കിൽ ഒരു ടൈമിലുള്ള കറണ്ട്, അപ്പോൾ ഒരു ടൈമിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ദ കറണ്ട് അറ്റ് എനി ടൈം, ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ഒരു ടൈമിലുള്ള കറണ്ടിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. ഓക്കെ, അതായത് ഏതോ ഒരു ടൈം, ആ ഒരു ടൈമിൽ ഏതോ ഒരു ടൈമിനെ വിളിക്കുന്നവരാണ് ഇൻസ്റ്റൻറ്റേനിയസ് ടൈം, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് അവിടെയുള്ള കറണ്ടാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. ആ കറണ്ടിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് കാണാൻ വേണ്ടി നമ്മൾ എന്ത് വെച്ചാൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഓക്കെ, ഡി ക്യൂ ബൈ ഡി ടി എന്നും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇറ്റ് വിൽ ബി ഡി ക്യൂ ബൈ ഡി ടി. ഇത് തന്നെ സെയിം സാധനം തന്നെയാണ്, പക്ഷേ വിത്ത് റെസ്പെക്ട് ടു എ ടൈം. അതുകൊണ്ടാണ് I ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞത്. അതായത് ഡി ക്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സ്മോൾ ചാർജ്. ഓക്കെ, ഒരു ക്രോസ് സെക്ഷനോ കണ്ടക്ടർ ക്രോസ് സെക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന സ്മോൾ ചാർജ് വിത്ത് റെസ്പെക്ട് ടു എ സ്മോൾ ടൈം ഡി ടി, വിത്ത് റെസ്പെക്ട് ടു സ്മോൾ ടൈം ഡി ടി. അതാണ് നമ്മളുടെ കറണ്ട്. ഇനി ഈ കറണ്ടിൻ്റെ ചാർജ് നമ്മൾ പറഞ്ഞു, ചാർജിൻ്റെ സിമ്പിളാണെന്ത്, നമ്മുടെ യൂണിറ്റ് ആണെന്ത്, കൂളം. ടൈം ആണെന്ത്, സെക്കൻഡ്സ് അല്ലേ? അപ്പോൾ ഒന്നുകിൽ കറണ്ടിനെ നമുക്ക് കൂളം പെർ സെക്കൻഡ് എന്ന് എഴുതാം അല്ലേ? കൂളം പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ എക്സാക്ട്ലി കറണ്ടിൻ്റെ യൂണിറ്റ് ആണെന്ത്, ആംബിയർ
അല്ലേ? അപ്പോൾ SI യൂണിറ്റ് ഓഫ് യുവർ ഇലക്ട്രിക് കറണ്ട് വിൽ ബി ആംബിയർ. ക്ലിയർ? അപ്പം നമ്മൾ പറയുകയാണ് 1 ആംബിയർ, അപ്പോൾ 1 ആംപിയർ ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു വയറിലെ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നുള്ളൂ? 1 കൂളം ഓഫ് ചാർജ് ഇൻ 1 സെക്കൻഡ്. ശരിയല്ലേ? 1 കൂളം ഓഫ് ചാർജ് ഇൻ 1 സെക്കൻഡ് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രോസ് സെക്ഷൻ ഓഫ് വയർ, ഒരു വയറിൻ്റെ ഒരു ക്രോസ് സെക്ഷനിൽ എടുക്കുകയാണെങ്കിൽ അതിലെ N ഇലക്ട്രോൺസ് പാസ് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു വയർ ക്രോസ് സെക്ഷനിൽ N ഇലക്ട്രോൺസ് പാസ് ചെയ്യുവാണ്. അപ്പോൾ N ഇലക്ട്രോൺസ് പാസ് ചെയ്യുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചാർജ് എത്രയാണ്? N ഇലക്ട്രോൺസ് ആണ്. എത്ര ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. N ഇലക്ട്രോൺസ്. നേരത്തെ നമ്മൾ 1 ഇലക്ട്രോൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടത് അല്ലേ? അപ്പം ഇപ്പോൾ ചാർജ് എന്ന് പറയുന്ന സാധനം Q അല്ലേ? അപ്പോൾ 1 ഇലക്ട്രോൺ ആണെങ്കിൽ E, എത്ര ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ N. അപ്പോൾ Q = Ne. ശരിയല്ലേ? 1 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ E എന്ന് മാത്രമേ നമുക്ക് ചാർജ് ഉണ്ടാവുള്ളൂ. ഇവിടെ N ഇലക്ട്രോൺസ് കൊണ്ട് N × E. അപ്പോൾ ഇതാണ് Qൻ്റെ അടുത്തൊരു ഫോർമുല. അപ്പോൾ ഇത് നമ്മൾ കറണ്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? I = Q/T എന്നാണ് നമുക്കറിയാം. അതിന് പകരം Qന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Ne/T. അപ്പോൾ ഇതാണ് കറണ്ടിൻ്റെ അടുത്തൊരു ഫോർമുല. ക്ലിയർ? വേറെ നമ്മുടെ ഇലക്ട്രോൺ എന്താ? -1.6 × 10⁻⁻⁻⁹ കൂളം. അത് നമുക്കറിയാമല്ലോ. -1.6 × 10⁻⁻⁻⁹ കൂളം. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കറണ്ടിനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ കറണ്ടിൻ്റെ നമ്മൾ അടുത്ത ഡെഫിനേഷൻ നോക്കുക. കറണ്ട് ഈസ് മെഷേർഡ് ബൈ ടൈം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ ദ കണ്ടക്ടർ. അതാണ് നമ്മൾ എന്ത് ചെയ്തത്? കറണ്ട് I = Q/T എന്ന് എഴുതിയത്. ശരിയല്ലേ? if Q is the charge flowing through any cross section through a time T, then it will be Q/T. ഈ Qനെ നമുക്ക് എങ്ങനെ മാറ്റിയതെന്ന് പറഞ്ഞു? Ne/T. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ആണോ അത്രയും ഇലക്ട്രോൺസ് × 1 ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ചാർജ് കിട്ടും Q. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ആസ് യുവർ ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് ക്ലിയർ ആയോ? ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ടിൽ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇലക്ട്രിക് കറണ്ട് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി അതിൽ നോക്കാനുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇലക്ട്രിക് കറണ്ടിലെ നമ്മൾ പറഞ്ഞു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഡെഫിനറ്റ് ഡയറക്ഷനാണ് ഇലക്ട്രിക് കറണ്ട് അല്ലേ? അപ്പം ഈ ഒരു സർക്യൂട്ടിലാണ് കറണ്ട് ഫ്ലോ നടക്കുന്നതെങ്കിൽ ആ സർക്യൂട്ട് എന്താവണമെന്ന് വെച്ചാൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ദാറ്റ് സർക്യൂട്ട് ഷുഡ് ബി എ ക്ലോസ്ഡ് വൺ. ഓക്കെ, ആ സർക്യൂട്ട് എങ്ങനെയായിരിക്കും? ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും, എന്നാലേ കറണ്ട് പാത്ത് നടക്കുള്ളൂ അല്ലേ? അതുപോലെ തന്നെ അവിടെ എന്ത് ചെയ്യണം? ഒരു സോഴ്സ് ഓഫ് വോൾട്ടേജ് വേണം ആ സർക്യൂട്ടിൽ. ഇല്ല, നമ്മൾ നേരത്തെ കണ്ടിരുന്നില്ലേ? അപ്പോൾ അതുപോലെ ഒരു സോഴ്സ് ഓഫ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ കറണ്ട് മെഷർ ചെയ്യുന്ന യൂണിറ്റൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതാണ് അമ്മീറ്റർ. ഓക്കെ, അപ്പം നമ്മൾ I = Q/T എന്ന് പറഞ്ഞു. ആംപിയർ ആണ് അല്ലെങ്കിൽ കൂളം പെർ സെക്കൻഡ് ആണ് അതിൻ്റെ യൂണിറ്റ്. ക്ലിയർ? അപ്പോൾ അത്രയും പോയിന്റുകൾ നമ്മൾ എവിടെ നോക്കുക? ഈ കാര്യത്തിൽ നോക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ തരുവാണ് നിങ്ങൾക്ക്. ഇഫ് എ കറണ്ട് ഓഫ് 5 ആംപിയർ ഈസ് ഫ്ലോയിങ് ഫോർ എ ടൈം 2 മിനിറ്റ്സ്, 2 മിനിറ്റിന് 5 ആംപിയർ ഫ്ലോ ചെയ്യുവാണ്. നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സാധനം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ചാർജ് Q. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ചാർജ് Q. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചാർജ് Q ആണ്. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ നമുക്കറിയാം I = എന്താണ്? Q/T ആണ് അല്ലേ? അപ്പോൾ Q എന്ന് പറഞ്ഞാൽ എന്താണ്? I × T. ക്ലിയർ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? നമ്മളിവിടെ ഈ Iക്ക് പകരം 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ആണ്. അപ്പോൾ അത് സെക്കൻഡിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ ×60 ചെയ്യുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 5 × 120. സോ ആൻസർ വിൽ ബി 600 കൂളമായിരിക്കും നമ്മുടെ ചാർജ്. ക്ലിയർ ആയോ? അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ Q = N × E എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്, N എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളും ചോദിക്കാം.
ഓക്കെ, അതിലുള്ള ക്വസ്റ്റ്യൻസ് വരെ. ക്വസ്റ്റ്യൻസ് ഞാൻ എന്തായാലും ചെയ്യിപ്പിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എന്താവും, ക്ലിയർ ആവും. ക്ലിയർ. അപ്പോൾ ഇതാണ് ചാർജ് അല്ലെങ്കിൽ കറണ്ടിനെ കുറിച്ച് പറയാനുള്ള കൺസെപ്റ്റുകൾ. ഓക്കെ, ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് വേരീസ് വിത്ത് ടൈം ദെൻ കറണ്ട് അറ്റ് എൻ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, ഒരു ഇൻസ്റ്റൻറ്റേനിയുള്ള കറണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, dQ/dt എന്ന് പറഞ്ഞു. ശരിയല്ലേ? 1 ആംപിയർ ഓഫ് കറണ്ട് ഒരു വയറിലെ ഫ്ലോ ചെയ്യുമെന്ന് പറഞ്ഞാൽ 1 കൂളം ഓഫ് ചാർജ് 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നു അല്ലേ. ഇപ്പം ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ I is equal to Q/T ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, NE/T. തറവാക്കി പോവുക. ഇതൊക്കെയാണ് ബേസിക് കൺസെപ്റ്റ്. ബേസിക്സ് സ്ട്രോങ് ആക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു കൺസെപ്റ്റാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. അതായത് നമ്മുടെ കയ്യിൽ 2 പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ആ 2 പോയിൻറ്റ്സിൽ എന്താണ് ഹാപ്പൻ ചെയ്യുന്നുള്ള കൺസെപ്റ്റാണിത്. ഓക്കെ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ബോഡി എടുക്കുകയാണ്. ഇഫ് എ ബോഡി ഈസ് റേസ്ഡ് അബോവ് ദ ഗ്രൗണ്ട്, നമ്മളൊരു ബോഡി ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ റേസ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും അല്ലേ. അതുതന്നെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞത്. ഇതുപോലെ തന്നെ ഒരു ചാർജ്ഡ് ബോഡി ആണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, അതിന് നമുക്ക് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കാം അല്ലേ. ഒരു സാധാരണ ബോഡിയും എടുക്കുന്ന പോലെ, സാധാരണ ബോഡി എടുത്താൽ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. ഒരു ഹൈറ്റിലേക്ക് റേസ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി. ഇനി അതിന് ഒരു ചാർജ്ഡ് ബോഡിയാണ് എടുക്കുന്നതെങ്കിൽ അതിനെന്ത് പറയാം, നമുക്ക് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി പറയാം അല്ലേ. അപ്പം ഈ ഒരു ബോഡി ചാർജ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഒരു ബോഡി ചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ ബോഡി ഈസ് ചാർജ്, ഒരു ബോഡീനെ നമ്മളെടുത്ത് ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ വർക്ക് ചെയ്യുമല്ലേ ചെയ്യുന്നത് ശരിക്കും അല്ലേ. ആ ബോഡി ചാർജ് ചെയ്യാൻ വേണ്ടി വർക്ക് ഈസ് ഡൺ എന്ന് പറയാൻ പറ്റുമല്ലോ അല്ലേ. ഈ വർക്ക് എന്ന് പറയുന്നത് ആ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോമിലായിരിക്കും, അതാണ് നമ്മൾ പറഞ്ഞത്. ആ വർക്ക് തന്നെയാണ് എന്ത്, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി അല്ലേ. ആ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നാൽ അത് വർക്ക്, ദിസ് വർക്ക് ഈസ് സ്റ്റോർഡ് ഇൻ ദ ബോഡി. ആ ബോഡിയിൽ ആ വർക്ക് സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോമിലാണ്, അത് നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഫോമിലാണ്. അത് സാധാരണ ഒരു ബോഡി ആണെങ്കിൽ ഏത് ഫോമിലായിരിക്കും, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇത് ചാർജ്ഡ് ബോഡി ആയതുകൊണ്ട് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ദ ചാർജ്ഡ് ബോഡി ഹാസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. ഈ ചാർജ്ഡ് ബോഡിക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എങ്ങനെ? ബൈ മൂവിങ് അതർ ചാർജസ്, മറ്റുള്ള ചാർജുകളെ മൂവ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ആ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ഐദർ ബൈ അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ അല്ലേ. നമുക്കറിയാം 2 ഫിനോമിന ഉണ്ട്, അട്രാക്ഷനും ഉണ്ട് റിപ്പൾഷനും ഉണ്ട് അല്ലേ. അട്രാക്ട് എന്ന് വെച്ചാൽ ചേരുക, റിപ്പൽ എന്ന് വെച്ചാൽ പുറത്തേക്ക് പോവുക അല്ലേ. അപ്പോൾ നമ്മൾ പറയും 2 ലൈക്ക് ചാർജസ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. 2 അൺലൈക്ക് ചാർജസ് ഒരു പ്ലസ് ഒരു മൈനസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും, ഒരു പ്ലസ് ആണെങ്കിൽ എന്താ റിപ്പൽ ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ റിപ്പൽ ചെയ്ത്, അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ഒരു വർക്കാണ് നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു എനർജി ട്രാൻസ്ഫറിങ് ആണ് ഇതിലേക്ക് നടക്കുന്നത് ക്ലിയർ. അപ്പോൾ വർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെയിനായിട്ട് നോക്കേണ്ടത്. ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് പറയാം ഒരു പോയിന്റിൽ. ഞാനിപ്പോൾ ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്ത് 2 പോയിന്റ്സ് ഞാനിനി വരും. ഞാനിപ്പോൾ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്താൽ. അപ്പോൾ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇസ് ഡിഫൈൻഡ് ആസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജ്. ക്ലിയർ. എത്രയാണോ പൊട്ടൻഷ്യൽ അത് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ചാർജ് ആണ് നമ്മളുടെ എന്ത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ V. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞു ദിസ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ ചാർജ്. സിമ്പിൾ പോലെ എഴുതുവാണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറഞ്ഞാൽ V. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, വർക്കാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ബോഡിയിലുള്ള വർക്ക് സ്റ്റോർ ചെയ്യുന്ന ഏത് ഫോമിലാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഫോമിലാണ്. അപ്പോൾ വർക്ക് തന്നെയാണ് എനർജി, അത് ഓർത്ത് വയ്ക്കുക, വർക്ക് ഓർ എനർജി. ക്ലിയർ. ദാറ്റ് വിൽ ബി W. ഇപ്പോൾ വർക്കിന് W കൊണ്ട് ഡിഫൈൻ ചെയ്ത് W/Q. ഇമ്പോർട്ടൻറ്റ് ഫോമിലാണ് V is equal to W/Q. ക്ലിയർ. നമ്മൾ പറയാറുണ്ട് നമ്മൾ എനർജി അല്ലെങ്കിൽ വർക്ക് ഇതിൻ്റെ യൂണിറ്റ് എന്താ, ഇതിൻ്റെ യൂണിറ്റാണ് ജൂള്, J എന്ന് ഡിപ്പെൻഡ് ചെയ്യും. ചാർജിൻ്റെ യൂണിറ്റാണ് എന്ത്, കൂളം. ശരിയല്ല. അപ്പോൾ 1 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ ബി 1 ജൂൾ പെർ കൂളം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പറയുന്ന ഒരു 10 വോൾട്ട് പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, 1 കൂളം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി എന്താ വരിക, ഇറ്റ് വിൽ ബി 10 ജൂൾ അല്ലേ. ഇപ്പോൾ ഒരു പോയിന്റിൽ 2 കൂളം വെച്ചിട്ടുണ്ട്, അതിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി 20 ജൂളാണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് അവിടുത്തെ പൊട്ടൻഷ്യൽ എങ്ങനെ കിട്ടും, നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയായി 20 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായി, 10 വോൾട്ട് കിട്ടി.
ശരിയല്ലേ? അതാണ് പൊട്ടൻഷ്യലിൻ്റെ ഒരു കൺസെപ്റ്റ്, നമ്മൾ എനർജി വെച്ചിട്ടുള്ളൊരു കൺസെപ്റ്റ്. അടുത്തൊരു കൺസെപ്റ്റാണ് സിമ്പിൾ കൺസെപ്റ്റ്, അതായത് രണ്ട് പോയിന്റുകൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ, ഇതാണ് ഇതിൻ്റെ ജനറൽ കൺസെപ്റ്റ് കേട്ടോ. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഏറ്റവും ബേസിക്കായ ജനറൽ കൺസെപ്റ്റാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ യൂണിറ്റ് എന്താ? വോൾട്ട് അല്ലെങ്കിൽ ജൂൾ പെർ കൂളം. ഓർത്ത് വെച്ചോ കേട്ടോ, ജൂൾ പെർ കൂളം. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ്, ഓക്കെ വാട്ട് എവർ, രണ്ടായാലും കണക്ക് തന്നെ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടായിരിക്കും. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ രണ്ട് പോയിന്റ്, ഇപ്പോൾ എ ഉണ്ട് ബി ഉണ്ടെന്ന് വിചാരിക്കും. ആ രണ്ട് പോയിന്റിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇങ്ങനെ ഇലക്ട്രിക് സർക്യൂട്ടാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. രണ്ട് പോയിന്റ് വിത്ത് റെസ്പെക്ട്, ഞാൻ ഇവിടെ പറഞ്ഞത് എന്താണ്? ഒരു പോയിന്റ് വിത്ത് റെസ്പെക്റ്റുമാണ്. രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം അല്ലേ? എങ്ങനെ ആയാലും ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാലും അതും എന്ത് തന്നെയാണ്? ജൂള് തന്നെയാണ് വരിക. അവിടെയും വർക്ക് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അവിടെയും എന്ത് തന്നെയാണ്? വർക്ക് തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾ നോക്കാം നമുക്ക്, അതായത് ഇപ്പം അല്ല, നമ്മൾ വോൾട്ട് മീറ്ററാണ് കേട്ടോ ഇതിൻ്റെ മെഷർ ചെയ്യുക, അതൊക്കെ അറിയാലോ. നമ്മൾ ആ മീറ്റർ അവിടെ പറഞ്ഞാൽ ഇവിടെ വോൾട്ട് മീറ്ററാണ്. ഓക്കെ, അപ്പം ഒരു വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് അല്ലേ? രണ്ട് പോയിൻറ്റ്സ് ഇടയിൽ പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ്. ഒരു കണ്ടക്ടറിൽ എത്ര ആംപിയർ കറണ്ട് ചെയ്യണം, കറണ്ട് പാസ്, ഒരു ആംപിയർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉള്ള രണ്ട് പോയിൻ്റ് ഇടയിലുള്ള ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ആണ് ഇത് അല്ലേ? വെൻ ക്യാരിയിങ് എ കറണ്ട് ഓഫ് 1 ആംപിയർ. അപ്പോൾ ഒരു ആംപിയർ കറണ്ട് ഒരു കണ്ടക്ടറിലെ പാസ് ചെയ്യുവാണ്, രണ്ട് പോയിൻ്റ് ഇവിടെ ഉണ്ട്, അത് ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഡിസിപ്പേറ്റ് എ പവർ. ശരിയല്ലേ? ഒരു പവർ ഡിസിപ്പേറ്റ് ചെയ്യില്ല. ആ പവർ എന്തായിരിക്കും? കറണ്ട് I ഇൻറ്റു ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? P ഈസ് ഈക്വൽ ടു VI എന്ന് കിട്ടുന്നത്. ശരിയല്ലേ? ഇതല്ലേ P ഈസ് ഈക്വൽ ടു VI. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു നമുക്ക് എന്ത് ചെയ്യാം? ഈ P ഈസ് ഈക്വൽ ടു VI എന്ന് എഴുതിയതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ വോൾട്ടേജിൻ്റെ പുതിയൊരു ഇക്വേഷൻ ചെയ്തുകൂടെ? നമുക്ക് വോൾട്ടിന് പറയാൻ എന്ത് ചെയ്താം? ഇറ്റ് വിൽ ബി പവർ ബൈ I. ശരിയല്ലേ? അപ്പോൾ പവർ ബൈ I എന്ന് എഴുതാലോ. പവർ എന്ന് പറഞ്ഞാൽ ആരാ? പവർ എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എനർജി എന്ന് പറഞ്ഞാൽ ഒരു പവർ ഇൻറ്റു സമയം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പവറിന് പകരം നമുക്ക് എന്ത് എഴുതാം? പവറിന് പകരം നമുക്ക് എഴുതാം എനർജി ഡിവൈഡഡ് ബൈ ടൈം ഡിവൈഡഡ് ബൈ കറണ്ട് എന്താണ്? ആംപിയർ. ശരിയല്ലേ? ഈ എനർജീൻ്റെ യൂണിറ്റ് എന്താണ്? നേരത്തെ പറഞ്ഞു, ജൂൾ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ആംപിയർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ജൂൾ പെർ ആംപിയർ സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, ഈ ആംപിയർ സെക്കൻഡാണിത്. ശരിയല്ലേ? കറണ്ടാണ് ആര്? ആംപിയർ. ടൈമാണ് ആര്? സെക്കൻഡ്. അപ്പോൾ ക്യൂ ആണ് എന്ത്? ആംപിയർ സെക്കൻഡ്. ക്യൂ ആരാ ശരിക്ക്? ക്യൂ കൂളം അല്ലേ? അപ്പോൾ ഈ A ഇൻറ്റു എസിന് വരെ നമുക്ക് എന്ത് ചെയ്യാം? കൂളംബ് എന്ന് ഡിഫൈൻ ചെയ്തുകൂടെ? സോ യുവർ യൂണിറ്റ് വിൽ ബി ജൂൾ പെർ കൂളംബ്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്തത്? ഇവിടെ ജൂൾ പെർ കൂളംബ് എന്ന് കിട്ടിയത്. ക്ലിയർ ആയില്ലേ? ഇത് എങ്ങനെ ഞാൻ പറഞ്ഞില്ല, രണ്ട് തരത്തിൽ ഡിഫൈൻ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഒരു പോയിന്റ് വെച്ച് ഡിഫൈൻ ചെയ്തു, നമ്മൾ രണ്ട് പോയിന്റ് വെച്ച് പവർ ത്രൂ നമ്മൾ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. എങ്ങനെയായാലും കാര്യം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ എന്താ പറയുക? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ പ്യുവർ കൺസെപ്റ്റ് ഓഫ് യുവർ വോൾട്ടേജ്. രണ്ട് തരത്തിൽ നമ്മൾ പറഞ്ഞു. ഒരു ബോഡി റേസ് ചെയ്യുന്ന വിധത്തിൽ അവിടെ ഉണ്ടാകുന്ന അവിടെ ഒരു ബോഡി എനർജി റേസ് ചെയ്യുന്ന വെച്ചാൽ അവിടെ വർക്ക് നടക്കുവാണ് ആ ബോഡി ചാർജ് ചെയ്യുന്നത് അല്ലേ? ഇലക്ട്രിക് ബോഡി ആണെങ്കിൽ ചാർജഡ് ബോഡി ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? വർക്ക് തന്നെയാണ്. ശരിയല്ല? അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? വർക്ക് അല്ലെങ്കിൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡ് ബൈ ചാർജ് എന്ന് പറയാം. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്കത് കിട്ടി. ഇനി നമ്മൾ ഇലക്ട്രിക്കൽ കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ രണ്ട് പോയിൻ്റ് ഉണ്ട് കണ്ടക്ടറിലെ, അതിലെ കറണ്ട് പാസ് ചെയ്യുവാണ്. ആ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V അല്ലേ? അപ്പോൾ അതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് Iയും പൊട്ടൻഷ്യൽ Vയും ആണെങ്കിൽ പവറിനെ നമുക്ക് എന്ത് ചെയ്യാം? പവർ വിൽ ബി ഈക്വൽ ടു V ഇൻറ്റു I. ഒരു പവർ അതിൻ്റെ അകത്ത് ഡിസിപ്പേറ്റ് ചെയ്യും അല്ലേ? പവർ VA എന്ന് എടുക്കാം. അങ്ങനെ V എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? P/I എന്ന് എഴുതാം. പിന്നെ P എന്ന് പറഞ്ഞാൽ പവർ, എനർജി ബൈ ടൈം, അങ്ങനെ പോയി ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും? നമുക്ക് ജൂൾ പെർ കൂളംബ് തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ആണ് ഓർക്കേണ്ടത്. അല്ലെങ്കിൽ ജൂൾ പെർ കൂളം അല്ലെങ്കിൽ വോൾട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ജൂൾ പെർ കൂളംബ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെറിവേഷനും മറ്റുള്ള കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഇതാണ്
സിംപ്ലി പറയുവാണെങ്കിൽ എന്ത് ഇലക്ട്രിക് കറണ്ടും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, ഓംസ് ലോ എന്താണ്, ആ സിലബസിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.